നാലാം ഭാവം അല്ലെങ്കിൽ സുഖഭാവം. സുഖസ്ഥാനമായ നാലാം ഭാവാധിപതി ശുഭഗ്രഹങ്ങളോടുകൂടിയോ ഭാഗ്യാധിപനായ 9-ാം സ്ഥാനാധിപനോടുകൂടിയോ സ്വന്തം രാശിയിൽ നിന്നാലും ലഗ്നത്തിൽ നിന്നാലും മണ്ഡലാധിപനായിത്തീരും. അപ്രകാരം തന്നെ സുഖസ്ഥാനാധിപതി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി ലഗ്നത്തിൽ സ്ഥിതി ചെയ്താൽ ഉന്നതന്മാരാൽ പൂജിക്കപ്പെടുന്നവനായി ഭവിക്കും. നാലാം ഭാവാധിപൻ വ്യാഴസഹിതനായി 11-ാം ഇടത്ത് നിന്നാൽ ജാതകൻ പലവിധ വാഹനങ്ങളോടുകൂടി സുഖഭോഗങ്ങളോടുകൂടി ജീവിക്കുന്നവനായിത്തീരും. നാലാം ഭാവാധിപതി ലഗ്നേശനോട് ചേർന്ന് തൻ്റെ ക്ഷേത്രത്തിൽ നിന്നാൽ അവിചാരിതമായി ഗ്രഹലാഭമുണ്ടാകുകയോ ബന്ധുജനങ്ങളുമായി ദൃഢസ്നേഹത്തിന് സംഗതി വരികയോ ചെയ്യും. സുഖസ്ഥാനാധിപതി ലഗ്നേശനോടുകൂടി മറ്റു സ്ഥാനങ്ങളിൽ നിന്നാൽ ഗ്രഹലാഭം സംഭവിക്കുകയില്ല. എത്ര പാപഗ്രഹങ്ങൾ 2, 10, 4, 12 എന്നീ ഭാവാധിപതികളോടുകൂടി 6, 8, 12 ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്നുവോ അത്രയും ഗ്രഹങ്ങൾ പല കാരണങ്ങളാൽ ജാതകന് നഷ്ടപ്പെട്ടു പോകും. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതെ എത്ര പാപഗ്രഹങ്ങൾ 4-ാമിടത്ത് നിൽക്കുന്നുവോ ശ്രേഷ്ഠങ്ങളായ അത്രയും വാഹനങ്ങൾ ജാതകന് നഷ്ടപ്പെടും. 4-ാം ഭാവത്തിന് 12, 8 എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന എത്ര പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടാകുന്നുവോ വിശിഷ്ടങ്ങളായ അല്ലെങ്കിൽ വിശിഷ്ട ഗുണങ്ങൾ അടങ്ങിയ അത്രയും വാഹനങ്ങൾ ജാതകന് നഷ്ടമാകും. ആകയാൽ ആ ദോഷശാന്തിക്ക് വേണ്ടി പരിഹാര കർമ്മങ്ങൾ ചെയ്യണം.